ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 2/8/2025. മനസ്സിലാക്കൽ. ഇത് പലപ്പോഴും പലർക്കും പ്രശ്നമാണ്. കാരണം മനസ്സിലാക്കൽ പല വിധത്തിലുണ്ട് എന്നത് തന്നെയാണ് കാരണം. അവധൂച്ചി എന്താണ് പറയുന്നത് എന്നത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതിൽ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിലാക്കൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. വിശന്നിരിക്കുന്നവന് കുറച്ച് ഭക്ഷണം നൽകിയാൽ അവൻ തൃപ്തിയോടെ കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ മറ്റൊരാൾക്ക് വീണ്ടും ഭക്ഷണം കൊടുത്താൽ അതൃപ്തിയോടെ കഴിക്കും. രണ്ടുപേർക്കും ഒരേ ഭക്ഷണം കൊടുത്തു. രണ്ടുപേരും രണ്ട് രീതിയിൽ ഒരേ ഭക്ഷണത്തിന്റെ രുചി രുചിച്ചു മനസ്സിലാക്കി. സാഹചര്യം, മനസ്സിന്റെ സ്വാധീനം എന്നിവ ഓരോ മനസ്സിലാക്കലിന് കാരണമാകുന്നു. സമയം നോക്കുവാൻ എല്ലാവരും ക്ലോക്കിനെ ആശ്രയിക്കുന്നു. എന്നാൽ നാം ജീവിക്കുന്നത് രണ്ട് ക്ലോക്കുകളെ ആശ്രയിച്ചാണെന്ന് എത്ര പേർക്കറിയാം? ഒന്ന് ബാറ്ററിയിൽ ഓടുന്ന ക്ലോക്ക് നൽകുന്ന സമയം, രണ്ട് തീർത്തും മനഃശാസ്ത്രപരമായ സമയം. നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ സമയം പോയതറിഞ്ഞില്ല എന്നും ദുഃഖിതനായിരിക്കുമ്പോൾ സമയം പോകുന്നില്ല എന്നു പറയുന്നതും ഈ രണ്ടു സമയത്തിനിടയിൽ നാം ജീവിക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞു വരുന്നത് സുഖാനുഭവവും ദുഃഖാനുഭവവും മനസ്സ് മനസ്സിലാക്കിയതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. മനസ്സിലാക്കൽ പല വിധത്തിലാണ് എന്ന് പറയുന്നത് അവരവരിൽ ബുദ്ധി നിറച്ചിരിക്കുന്നത് എന്താണോ അതനുസരിച്ച് വാക്കുകൾക്ക് അവർ അർത്ഥം കണ്ടെത്തും എന്നതിനാലാണ്. സെൽ എന്ന വാക്ക് കേട്ടാൽ ഒരു ബിസിനസ്സുകാരൻ അത് വിൽക്കുക എന്ന അർത്ഥം ചിന്തിക്കും. അതേ വാക്ക് കേട്ട ചരിത്രകാരൻ തടവറ എന്ന് ചിന്തിക്കും. ഒരു കോശത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് ജീവശാസ്ത്രം പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ ചിന്തിച്ചെന്നിരിക്കാം. എന്നാൽ ബാറ്ററിയെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഒരു മെക്കാനിക് ചിന്തിക്കാം. സെൽ എന്ന വാക്ക് എത്ര രീതിയിൽ പോയി. മനസ്സിലാക്കൽ നിസ്സാരമല്ല. എന്നിലുള്ള മനസ്സിലാക്കൽ എല്ലാം ശരിയായ രീതിയിലാണോ ഞാൻ മനസ്സിലാക്കിയതെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പുവരുത്താനാകും? നിരീക്ഷണത്താൽ ഞാൻ ബോധവാനാവുക. അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മനസ്സിലായവന്റെ മനസ്സിലാക്കൽ സത്തയെ ചേർത്തു പിടിച്ചു കൊണ്ടായിരിക്കും. ഒരു മരണത്തെ ഭൗതികൻ എങ്ങനെ കാണും? എൻ്റെ എല്ലാമായിരുന്നത് പോയി, അതിനാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നല്ലേ? എന്നാൽ ഒരു ജ്ഞാനി എന്തായിരിക്കും കാണുക? ദേഹം പോയി, എന്നാൽ ദേഹി അപ്പോഴും അവിടെ ഉണ്ട് എന്നല്ലേ? മനസ്സിലാക്കൽ അനുസരിച്ച് സുഖം, ദുഃഖം എന്നിവ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ദുഃഖമായി അനുഭവിക്കുന്നതിനെ ഇപ്പോഴത്തെ മനസ്സിലാക്കലിന്റെ അനുഭവമായി കണ്ടുകൂടെ? നമ്മുടെ മനസ്സിലാക്കലിന് മാറ്റം വന്നാൽ നമ്മളിൽ ഉണ്ടായിരുന്ന ദുഃഖത്തിന് കാരണമായിരുന്ന സാഹചര്യം തുടർന്നാലും ദുഃഖിക്കാത്ത മനസ്സ് ഉണ്ടാവും എന്നതല്ലേ സത്യം? അതെ, സുഖവും ദുഃഖാനുഭവവും ആപേക്ഷികം മാത്രം. അത് നമ്മുടെ മനസ്സിലാക്കലിനെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്നു. അതിനാൽ മനസ്സിലാക്കൽ നിസാരമായി കാണരുത്. നാം ജനിച്ചു ജീവിച്ച ഈ നിമിഷം വരെയും മനസ്സുകൊണ്ട് മനസ്സിലാക്കിയത് മാത്രമേ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ളൂ. എന്നാൽ നിരീക്ഷണത്താൽ മനസ്സിലാക്കിയത് എത്രയുണ്ടാവും? നിരീക്ഷണത്താൽ പലതും നാം മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കിയ അനുഭവം അപ്ഡേറ്റ് ആകും. അപ്പോഴാണ് നമ്മുടെ അനുഭവങ്ങൾ മാറുന്നത്. ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കുക.
മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങും. ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പല തരത്തിലായിരിക്കും. അതായത് മാറ്റാൻ ശ്രമിക്കാതെ എന്ന വാക്കിനെ രണ്ട് രീതിയിൽ ചിന്തിക്കാം. വാസനാബദ്ധമായിരിക്കുന്ന എൻ്റെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞു തുടങ്ങും എന്ന് മനസ്സ് മനസ്സിലാക്കുന്നുവെങ്കിൽ ആശയക്കുഴപ്പം വരും. എന്നെ അറിയുന്നത് വാസനകൾ നശിക്കുമ്പോൾ അല്ലേ എന്നു ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലെത്തും. അത് നമ്മൾ പറഞ്ഞത് മനസ്സുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ്. എന്നാൽ നിരീക്ഷണം പരിശീലിക്കുന്ന ഒരു സാധകൻ ഇതേ വാക്ക് മനസ്സിലാക്കുന്നത് എപ്രകാരമായിരിക്കും? മാറ്റാൻ ശ്രമിക്കാതെ എന്ന വാക്കിനെ അയാൾ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനിക്കാതെ ഞാൻ എന്നെ നിരീക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ടായിരിക്കും. കേവലം നിരീക്ഷകനായി ഞാൻ എന്നെ കാണുന്നു. അപ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നത് കാണുന്നു. ഓരോ ചിന്തകൾ കാണുന്നു. അവിടെ നടക്കുന്ന വികാരങ്ങൾ കാണുന്നു. അവിടെ നടക്കുന്ന സംവേദങ്ങൾ കാണുന്നു. അവയെ കുറിച്ച് ബോധവാനായി മാറുന്നു. അപ്പോഴാണ് ഞാൻ എന്നെ അറിയുന്നത്. എന്നെ കുറിച്ച് ഞാൻ അപ്പോൾ അറിയുന്നത് തീർത്തും സ്വാഭാവികമായിട്ടായിരിക്കും. ഞാൻ എന്നിൽ ബോധവാനായിരിക്കുമ്പോൾ മാത്രമേ ഞാൻ എന്നെ അറിയുന്നുള്ളൂ. അവിടെ ചിന്താക്കുഴപ്പമോ ആശയക്കുഴപ്പമോ ഇല്ല. മനസ്സിലാക്കൽ മറ്റൊരു തലത്തിലേക്ക് വഴി മാറുന്നു. ഒരു ബോധപ്രാപ്തൻ ബോധവാനായിരിക്കുന്നത് മനസ്സിലാക്കിയതും മനസ്സിലാക്കുന്നതും ഇപ്രകാരമായതിനാലാണ്. അതിനാൽ നമ്മൾ ബോധപ്രാപ്തനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം നാം സ്വയം അറിയാതെ മറ്റെന്തിനേയും അറിഞ്ഞിട്ട് എന്ത് കാര്യം? അതിനാൽ എങ്ങനെയാണ് നിരീക്ഷണത്താൽ ബോധപ്രാപ്തൻ മനസ്സിലാക്കിയതെന്നും മനസ്സിലാക്കുന്നതെന്നും അറിയുക? എന്തിന് അതറിയണം? സ്വയം മനസ്സിലാക്കുവാനാണ് അതറിയേണ്ടത്. മനസ്സിലായാൽ എല്ലാം മനസ്സിലാക്കുവാനാകും. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. 2 ഓഗസ്റ്റ് വൃത്തത്തിലെ ശൂന്യത. മനസ്സിലാക്കൽ കുറച്ചു പെർഫെക്റ്റ് ആക്കാൻ നമ്മുടെ ബോധപ്രാപ്തന്റെ ആ ഒരു ലെവലിലോട്ട് പോകണമെങ്കിൽ എന്താണ് ചെയ്യണ്ടേ, അതിന് മുമ്പേ എന്താണ് പ്രയാസങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതലും നിരീക്ഷകൻ കുറച്ചുകൂടെ വേണ്ടി വരും. അതിന്റെ ഹെൽപ്പോടെ ആ ഒരു മനസ്സിലാക്കൽ പെർഫെക്റ്റ് ആക്കുന്ന കാര്യമാണ് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കൽ പലർക്കും നമ്മൾ ജീവിതത്തിൽ നമ്മൾ കേട്ട് കാണും. ഐ മീൻ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറയും. There itself we can see that one person is not understanding the other. അവിടെ ആ വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പലർക്കും അതൊരു പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ മനസ്സിലാക്കുന്ന പല രീതിയിൽ ആയതുകൊണ്ടാണ് അതും അവര് മനസ്സിലാക്കുന്ന ഉപയോഗിക്കുന്ന ടൂൾ എന്താണോ അതിന് അനുസരിച്ച് അതിന്റെ പിന്നെ സ്റ്റേറ്റ് എങ്ങനെയാണോ അത് ആപേക്ഷിതമായ കൊണ്ട് അതിനകത്തെ കോമ്പനൻസിൽ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ മനസ്സിലാക്കുന്നതിൽ പ്രശ്നം സൃഷ്ടിക്കും. പിന്നെ രണ്ടുപേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ ഒരാള് വിശന്ന് കഴിക്കുമ്പം തൃപ്തനാകുന്നു, മറ്റേ ആള് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കഴിക്കുമ്പോൾ അതേ ഭക്ഷണം അതൃപ്തനാകുന്നു. അവിടെ
ആ മനസ്സിലാക്കുന്നത് എന്താണോ പിന്നെ കഴിച്ച് രുചിച്ച് ടേസ്റ്റ് ചെയ്തതിന്റെ ആ സെൻസേഷന്റെ വേരിയേഷൻ അവര് മനസ്സിലാക്കിയത് എന്താണ്, ആ വ്യത്യാസം നിമിത്തമാണ്. അപ്പോ ഒരു സാഹചര്യം വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും വരുന്ന വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന്, പിന്നെ അത് മാത്രമല്ല പിന്നെ മനസ്സ് ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയും വരുമ്പം ആ മനസ്സും, അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് മനസ്സിലാക്കലിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കാനുള്ള കാര്യം. സാഹചര്യവും പിന്നെ വേറെ അപ്പൊ സാഹചര്യം മനസ്സിന്റെ സ്വാധീനവും ഓരോ മനസ്സിലാക്കലിന് കാരണമാകുന്നു എന്ന് ഒരു പോയിന്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല സമയം ഓൾസോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മള് സമയം നോട്ട് ഓൺലി ദാറ്റ് ഒബ്ജക്റ്റീവ് ടൈം, വേറെ ഒരു സബ്ജക്റ്റീവ് ടൈം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഒരു പേഴ്സണാലിറ്റി പിന്നെ അവന്റെ ഇമോഷൻസും പിന്നെ മെമ്മറി അതൊക്കെ ബേസ് ചെയ്ത് ഒരു ടൈം ആ മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. ക്ലോക്കിനകത്തെ ടൈം അല്ല അത്, ആ ഒബ്ജക്റ്റീവ് ടൈം അല്ല, ഇത് ആപേക്ഷിതമായിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു ടൈം ക്രിയേറ്റ് ചെയ്യും അത്. അപ്പൊ ആ മനസ്സിന് എന്തോ ചെയ്യാൻ പറ്റും, മനസ്സല്ലെങ്കിൽ ആ ബ്രെയിനിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ആ മനസ്സ്. അപ്പൊ ആ മനസ്സ് എന്തോ ചെയ്യും, ടൈമിനെ പിന്നെ ചുരുക്കാനും വികസിപ്പിക്കാനും തോന്നലുകളാണ് പ്രവർത്തനമൊക്കെ എല്ലാം ആ തോന്നലും ഇങ്ങനെ ഫീലിങ്സും ഒക്കെ ഉള്ളതല്ല. അപ്പൊ അത് ഇങ്ങനെ വികസിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ 2 ക്ലോക്ക് ഉണ്ടെന്ന് ഗുരുജി അവിടെ പറയുന്നുണ്ട്. ഒന്ന് മറ്റേ ബാറ്ററി ഇട്ട ക്ലോക്കും, മറ്റേത് പിന്നെ മനഃശാസ്ത്രപരമായ ഇതും. അതായത് ഈ ക്ലോക്ക് എങ്ങനെന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു പിന്നെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. പക്ഷെ നമ്മള് പിന്നെ ദുഃഖത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാത്തു നിൽക്കുകയോ എന്തെങ്കിലും ഒരു സീരിയസ് സിറ്റുവേഷൻ വന്നിട്ട് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് നമ്മളൊന്ന് നിൽക്കുമ്പം 1 മിനിറ്റ് എന്ന് പറയുന്നത് ഇറ്റേണിറ്റി ഇറ്റ് വിൽ സീം കുറേ സമയമാകുന്ന പോലെ. അതപ്പം മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതും ആ സുഖ ദുഃഖ അനുഭവങ്ങള് അതൊക്കെ വരുന്നത് ബിക്കോസ് ഈ മനസ്സിലാക്കുന്ന രീതി ഈ ടൈം ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ആ മനസ്സിലാക്കിയത് അത് ആശ്രയിച്ചിരിക്കും. ആ മനസ്സിനകത്ത് ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഓഫ് ടൈം അതൊക്കെ അതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ സാഹചര്യം, മനസ്സിന്റെ സ്വാധീനം, അപ്പൊ ഇത് രണ്ടുമാണ് ഈ മനസ്സിലാക്കൽ അത്രയും ആപേക്ഷിതമാക്കുന്നത്. അതത്രയും പെർഫെക്റ്റ് അല്ല. പിന്നെ വേറെ ഒന്ന് പറയുന്നുണ്ട്, എന്താണോ നമ്മൾ മനസ്സിൽ ഇത്രയും കൂട്ടി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പിന്നെ നമ്മുടെ എന്താണ് ഓരോരുത്തരുടെയും പിന്നെ വാക്കുകളുടെ അർത്ഥം. അത് പറയുന്നുണ്ടല്ലോ, ആ സെല്ലെന്ന് പറയുമ്പം ഒരു ബിസിനസ്സുകാരൻ ആ വിൽപ്പനയെ കുറിച്ച് ചിന്തിക്കും. പിന്നെ ഒരു ചരിത്രകാരൻ തടവറയെ കുറിച്ച് ചിന്തിക്കും സെല്ലെന്ന് പറയുമ്പം. ശാസ്ത്രജ്ഞന് കോശം എന്നും മെക്കാനിക് ബാറ്ററി ആണെന്നും സെല്ല്. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് ഏത് സാഹചര്യത്തിൽ മനസ്സിൽ എന്താണ് ആ സാഹചര്യത്തിൽ നിൽക്കുന്നതും അതനുസരിച്ച് എന്താണോ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ വാക്ക് ഒരു പദം കേൾക്കുമ്പോൾ അതനുസരിച്ച് ക്ലിക്ക് ചെയ്ത് അതിലോട്ട് പോകുന്നത്. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ വെച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്നിലുള്ള മനസ്സിലാക്കൽ ശരിയായ രീതിയിൽ ആണോ എന്ന് എങ്ങനെ അറിയും, എങ്ങനെ ഉറപ്പ് വരുത്തും?
നിരീക്ഷണത്താൽ ഞാൻ ബോധവാൻ ആവുക. അതാണ് ആ അഡ്വൈസ് ഗുരുജി ആ രണ്ടാമത്തെ പാരഗ്രാഫില് തരുന്നത്. അപ്പോ ഇങ്ങനെ ആ മനസ്സിലാക്കൽ പ്രക്രിയ മനോതലത്തിൽ നിന്നാകുമ്പോ അത് ആപേക്ഷിതമാകും. അപ്പോ അത് ശരിയായി വരണമെങ്കിൽ അതെന്തിന് ശരിയായി വരണം? കാരണം മനസ്സിലാക്കൽ ശരിയായാലേ ഉള്ളൂ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യം നമ്മളെ ശരിക്കും മനസ്സിലാക്കിയാലേ ഉള്ളൂ ആ ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബോധപ്രാപ്തനിൽ നിന്നും വരുന്ന ഇത്രയും ഗൈഡൻസ് വരുന്നത്, അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവായിട്ട് എന്തൊക്കെയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളെ ആ തലത്തിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് മനസ്സിലാക്കൽ മനോതലത്തിൽ നിന്നല്ല വേണ്ടത്, ആ നിരീക്ഷകന്റെ തലത്തിൽ നിന്നും വേണം. അപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നിരീക്ഷണത്താൽ പിന്നെ നമ്മൾ ബോധവാൻ ആയാലേ ഉള്ളൂ അത് പിന്നെ നമ്മുടെ മനസ്സിലാക്കൽ ശരിയാകുന്നത്. അപ്പോൾ മാത്രമേ മനസ്സിൽ ആവുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയവന്റെ മനസ്സിലാക്കൽ സത്തയെ ചേർത്ത് പിടിച്ചു കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ. പക്ഷെ മനസ്സിൽ വെച്ച് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയും വെച്ച് ചില മെസ്സേജസ് നമ്മുടെ ഗുരുവിന്റെ ആണെങ്കിലും നമുക്കത് കൺഫ്യൂഷൻ വരുത്തുകയും മനസ്സിലാക്കാൻ പറ്റാതെയും വരും. അവിടെ അത് മനസ്സിലാക്കാൻ വേണം. പക്ഷെ ഒരു കംഫർട്ട് സോൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അത് എപ്പോഴും ഗുരുജിയുടെ അടുത്ത് നമുക്ക് ഇപ്പം ഈ മെസ്സേജസ് ഒക്കെ ചോദിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഗുരു ഉണ്ടാവണമെന്നില്ല നമ്മുടെ കൂടെ. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ മനസ്സിലാക്കുന്ന പ്രക്രിയ വൃത്തിക്ക് പോകണം. ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മൈൻഡും കൊണ്ടൊന്നുമല്ല നമ്മൾ അതിലോട്ട് പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കൽ പിന്നെ ആ ബോധതലത്തിൽ വേണം നടക്കാൻ മനസ്സിലാക്കൽ, അത് മനോതലത്തിലല്ല. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പാണ് ഗുരുജി സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞത്. പിന്നെ വേറെ ഒന്നുകൂടെ പറയുന്നുണ്ട്. ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഈ കുത്തിക്കയറ്റൽ നമ്മുടെ മനസ്സിൽ കയറ്റുന്നത് അത് കുറയ്ക്കാനുള്ള മാർഗവും പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഉദാഹരണം കൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഒരു മരണം നടന്നാല് ഒരു ഭൗതികന്റെ മനസ്സില് അദ്ദേഹത്തിന്റെ തോന്നൽ എങ്ങനെയായിരിക്കും? അയ്യോ, എന്റെ എല്ലാം ആയിരുന്നത് പോയി, സോ ഓൾ ഇസ് ലോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഒരു ആത്മീയവാദി അല്ലെങ്കിൽ ഒരു ജ്ഞാനി എന്തായിരിക്കും പറയുന്നത്? ദേഹം പോയി, പക്ഷെ ദേഹി അപ്പോഴും ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു 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 സംഭവത്തിനെ മനസ്സിലാക്കുന്നതിന്റെ ആ രീതി, അതുപോലെ ഈ സുഖദുഃഖത്തിന്റെ അനുഭവവും അതും ഇത് ആപേക്ഷിതമാണ്. മറ്റേത് ഈ സുഖദുഃഖത്തിന്റെയും അതുപോലെ സുഖം പിന്നെ ദുഃഖം ഉണ്ടാവും. ദുഃഖം ഉണ്ടാവുമ്പോ ഇപ്പൊ ഇത് പരസ്പരം രണ്ട് കൂട്ടം ആളുകളുടെ മനസ്സ് ഒക്കെ അതിന്റെ വ്യത്യാസമായിരുന്നു. പക്ഷെ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ദുഃഖം അനുഭവിച്ചു. ആ ദുഃഖം ഉണ്ടായത് മനസ്സപ്പം മനസ്സിലാക്കലിന്റെ ഒരു അനുഭവമാണ്. പക്ഷെ ഇപ്പോ എങ്ങനെങ്കിലും ആ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, എങ്ങനെങ്കിലും ഏതെങ്കിലും മെത്തേഡ് നിരീക്ഷകന്റെ ഹെൽപ്പ് കൊണ്ടോ എങ്ങനെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, ആ ദുഃഖം ഉണ്ടാക്കുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോഴും അത് ദുഃഖിക്കേണ്ട ആ മനസ്സ് അവിടെ ഉണ്ടാകില്ല. അപ്പോ അങ്ങനെ വരുമ്പം ആ മനസ്സിലാക്കൽ ഒരു മാറ്റം വരുന്നത്, അതായത് ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ ദുഃഖം ഉണ്ടാകുകയും ദുഃഖം ഇല്ലാതെ വരുന്നതും ആ മനസ്സിലാക്കലിന്റെ ആപേക്ഷികത കണ്ടില്ലേ? ഒരാളിൽ തന്നെ റിലേറ്റീവായിട്ട് ഉണ്ട് ഇല്ല ആ രീതിയിൽ വരും. അപ്പോ അങ്ങനെ ആ സുഖദുഃഖ അനുഭവം ഒരു ആളിൽ തന്നെ ആപേക്ഷിതാണ്. നമ്മുടെ
മനസ്സിലാക്കൽ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് മനസ്സിൽ എന്തുണ്ട് എന്ന് ശ്രദ്ധിക്കുക. വേറൊരു കാര്യോട്, ഇപ്പോ നമ്മൾ കിടന്ന് മൽപ്പിടുത്തം മനസ്സും കൊണ്ടാണ്. അപ്പൊ അതായത് എന്തുകൊണ്ട് ജനിച്ചപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ നമ്മള് മനസ്സും കൊണ്ടായിരുന്നു മനസ്സിലാക്കിയത്. അത് മാത്രമല്ലായിരുന്നു, ആ ബ്രെയിനിൽ അതേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ അത് പക്ഷെ ഇപ്പം കുറെ മാറിയിട്ടുണ്ട്. എന്നാൽ നിരീക്ഷകൻ മനസ്സിലായത് മനസ്സിലാക്കിയത് എത്ര ഉണ്ട്? ഇപ്പം നിരീക്ഷകൻ ആക്റ്റീവ് ആയി വന്നത് നമ്മുടെ കേസില് ഈ ഒരു അവസ്ഥയിലാണ് അത് ആക്റ്റീവ് ആകുന്നത്. പക്ഷെ ഈ നിരീക്ഷകൻ മനസ്സിലാക്കിയ ആ കാര്യം അവിടെ വല്ലതും സ്റ്റോർ ചെയ്യൂ. നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ന്യൂട്രലായിട്ട് നിന്നിട്ട് കാണുന്നു. പക്ഷെ പലതും അവിടെ അടുത്തുള്ളതാണ്, ബോധത്തിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോ പലതും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എവിടും സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോ അതാണ് ആ സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ കളയാനാണ് ആ നിരീക്ഷന്റെ തലത്തിൽ നമ്മൾ നിൽക്കണം. നിരീക്ഷണത്താൽ പലതും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിയ അനുഭവം, അപ്പൊ ആ തലത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, മനോതലത്തിൽ നിന്നല്ല. അതായത് വികാരങ്ങളും പിന്നെ മെമ്മറി, ഓർമ്മ, പിന്നെ ശ്രദ്ധ, ഇങ്ങനത്തെ പലതും ഉണ്ടല്ലോ. അതെല്ലാം ബേസ് ചെയ്തല്ല. പിന്നെ എന്താണ് നിശ്ചലമായിട്ട് നിൽക്കുന്ന ആ നിരീക്ഷകന്റെ തലത്തിൽ നിന്നാൽ ആ നിരീക്ഷണത്താൽ പലതും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിയ അനുഭവം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ഈ അനുഭവങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ അനുഭവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പം ആ പണ്ടത്തെ ആ മനോതലത്തിൽ നിന്നുള്ളതായിരിക്കത്തില്ല. കാരണം ഈ നിരീക്ഷകന്റെ ലെവലിൽ ഇരിക്കുമ്പം അവിടെ ആ പറഞ്ഞ സംഘർഷവും പിന്നെ ഈ കൺഫ്യൂഷനും അതൊന്നും ഉത്കണ്ഠയും ആൻസൈറ്റിയും ഇതൊന്നും ഇല്ലാതെ വരുമ്പം വേറെ ഒരു തലത്തിൽ നമ്മൾ ശാന്തരായിരുന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവവും അതനുസരിച്ച് പിന്നെ ആ വികാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് കുറച്ചുകൂടെ ആ ആത്മീയ ഹൃദയം പിന്നെ ആക്ടിവേറ്റ് ചെയ്തു വരുന്ന ആ തലത്തിലായിരിക്കും നമ്മുടെ അനുഭവം. അപ്പോ ശാന്തരായിട്ട് നമ്മുടെ ആ കാഴ്ചപ്പാടും ഒക്കെ മാറുന്നതായിരിക്കും. അങ്ങനെ അതാണ് ആ അനുഭവം മാറും, ആ ഹാർട്ട് ലെവലിലുള്ള ആക്ടിവേഷൻ ഉണ്ടാവും. അപ്പൊ ഇത് ഒരു സ്വാഭാവികമായിട്ടും പോകുന്നതായിരിക്കും. പിന്നെ വീണ്ടും നമ്മുടെ നിരീക്ഷകന്റെ കാര്യം കുറച്ചുകൂടെ ശരിയായോ എന്ന് മനസ്സിലാക്കാൻ നമ്മള് നിരീക്ഷണം ചെയ്യണം. എന്തിന് കുറച്ചുകൂടെ സ്പിരിച്വൽ ഇൻസൈറ്റ്സും സാധക്സിന് വേണം. നമ്മുടെ ഗുരുപ്രാപ്തന്മാർക്ക് ആ ഉൾവാഴ്ച ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഈ നിരീക്ഷകന്റെ തലത്തില് പിന്നെ എത്രയും നിൽക്കാമോ ആ തലത്തിൽ നിന്നാൽ കുറച്ചുകൂടെ ആ സ്വാഭാവികതയിൽ ഉണ്ടാകുന്ന പിന്നെ ആ അനുഭവങ്ങളിൽ നിന്നും ഉള്ള ആ ഉൾക്കാഴ്ചകൾ കൂടും. പിന്നെ പിന്നെ ഗുരുജി അതിനെക്കുറിച്ച് വേറെ ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കി ആ പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രശ്നത്തിനെ കുറിച്ച്, അതായത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ആ കുഴപ്പം ഒരു എക്സാമ്പിളോട് തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേതിലോട്ട് പോയി ഇൻസൈറ്റ്സ് കൂടുന്ന കാര്യം പിന്നെ പറയാം. പക്ഷെ ഒരു കാര്യോട് ഗുരുജി പറഞ്ഞിട്ടുണ്ട്, അഡീഷണൽ ഒരു പാരഗ്രാഫില് ഒരു കാര്യോടെ പറഞ്ഞിട്ടുണ്ട് ഗുരുജി. അതായത് വേറെ ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തെ കുറിച്ചാണ്. അതായത് അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട് ഗുരുജി പറയുന്ന ഈ ഉദാഹരണം ഒന്ന് എടുക്കുക. ഈ സെന്റൻസിൽ കാണുന്ന ഒരു കാര്യം മനോതലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയായിരിക്കും? എന്നാൽ
മറ്റേത് എന്താണ്, നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ എങ്ങനായിരിക്കും. അതായത് ഇങ്ങനെ ഈ ഒരു സെന്റൻസ്, ഒരു ഗുരു നമ്മുടെ ഗുരു ഇപ്പൊ ഒരു ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തരുമ്പോ നമ്മളത് എങ്ങനെ മനസ്സിലാക്കുക. ഇപ്പം മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങും. അപ്പോ മാറ്റാൻ ശ്രമിക്കാതെ, അപ്പോ അപ്പോ രണ്ട് രീതിയിൽ അത് കാണാം. മാറ്റാൻ ശ്രമിക്കാതെ എന്ന് പറയുന്നത് മനോതലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പറയും, വാസനാബദ്ധനായ എന്റെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞു തുടങ്ങും എന്ന് പറയുമ്പം അത് മനസ്സിന്റെ തലത്തിൽ പറയുമ്പം കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. കാരണം മനോതലത്തിൽ നിൽക്കുന്നവൻ അങ്ങനെ വ്യാഖ്യാനിക്കുള്ളൂ. മാറ്റാൻ ശ്രമിക്കാതെ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സിനെ ശ്രമിക്കാതെ നിങ്ങളെ അറിഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ സാധിക്കും, എങ്ങനെ അറിയും, ഈ മനസ്സിങ്ങനെ സംഘർഷമായിട്ട് ഇരിക്കുമ്പം എങ്ങനെ പറ്റും. അപ്പൊ അത് നമുക്കൊരു ചിന്താക്കുഴപ്പം വരുത്തുന്നതാണ്. എന്നാൽ ഇതേ ആ ഫ്രേസ് മാറ്റാൻ ശ്രമിക്കാതെ അത് ഒരു നിരീക്ഷണ തലത്തിൽ നിരീക്ഷകനായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ വ്യാഖ്യാനം ഇല്ലാതെ നിൽക്കാന്. അതായത് മാറ്റാൻ ശ്രമിക്കാതെ എന്ന് പറയുമ്പം എന്നതിന് വ്യാഖ്യാനിക്കാതെ ഞാൻ എന്നെ നിരീക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും ആ രീതിയിൽ അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ മനോതലത്തിൽ നിൽക്കുന്നവര് വാസനാബദ്ധനായ മനസ്സിനെ മാറ്റാതെ എന്ന രീതിയിൽ വരും. മറ്റവർ അത് കാണുന്നത്, ഗ്രഹിക്കുന്നത് ആ ഒരു നിരീക്ഷകന്റെ ലെവലിൽ വെച്ച് മനസ്സിനോട് ഒട്ടലില്ലാതെ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പോലെ വ്യാഖ്യാനിക്കാതെ, വ്യാഖ്യാനമില്ലാതെ അതിനെ കാണുക. അപ്പോ ആ രീതിയിൽ കാണുമ്പോഴാണ് ശരിക്കും നമ്മളെ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ മനോതലത്തിൽ നിന്ന് ആ ഒരു സെന്റൻസിനെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കിയാൽ പ്രയാസമായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിരീക്ഷകന്റെ ലെവലിൽ നിന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാതെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചാല്, ആ രീതിയിൽ മനസ്സിലാക്കിയാല് അപ്പോ അത് നമുക്ക് ആശയക്കുഴപ്പമൊന്നും അവിടെ ഉണ്ടാവില്ല. അത് പ്രകാരം, അതായത് ഈ മറ്റേ അർത്ഥത്തിലെടുത്ത് അത് പ്രകാരം നിരീക്ഷകനായി നിൽക്കുമ്പോൾ മനസ്സിനെ, ചിന്തകളെ, സംവേദനകളെ കാണുന്നതും ബോധവാൻ ആകുന്നതും അപ്പോൾ ഞാൻ എന്നെ അറിയും. അങ്ങനെ വരുമ്പോഴാണ് ഇതൊന്നുമില്ലാതെ ഈ വക ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ആ നിരീക്ഷകനായിട്ട് നിൽക്കുമ്പം അപ്പോഴാണ് നമ്മളെ അറിയുന്നത്. അപ്പൊ ആ തലത്തിൽ നിന്നും പിന്നെ മനസ്സിലാക്കൽ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് അപ്പോൾ ഞാൻ എന്ന് അറിയുന്നു, പിന്നെ സത്യാവസ്ഥയാണ് അത് സ്വാഭാവികമായും അറിയുന്നു. അപ്പൊ ആ തലത്തിൽ വരുമ്പം അപ്പൊ ചിന്ത കുഴപ്പം, ആശയക്കുഴപ്പം ഇല്ല. അങ്ങനെ വരുമ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്തിലോട്ട് മാറുന്നു എന്ന് പറയുമ്പം അവിടെ ശാന്തരായിട്ട് കാണുന്ന കാര്യം ഒരു സൈഡും പിടിക്കാതെ നിരീക്ഷകന്റെ ലെവലില് കണ്ടിട്ട് ഒരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കാതെ ജസ്റ്റ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ കൂടുതല്
പിന്നെ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ട് കാര്യങ്ങളിൽ പോയി കർമ്മത്തിലൊന്നും ഏർപ്പെടാതെ ആ ഒരു തലത്തിലോട്ട് നമുക്ക് പിന്നെ മാറി പോകാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ പിന്നെ ശരിക്കുള്ള നമ്മുടെ അവസ്ഥ വിത്തൗട്ട് ജഡ്ജ്മെന്റ് കാണുക, ശാന്തതയിൽ പലപ്പോഴും പലതും കണ്ട് ഒട്ടൽ സ്വാഭാവികമായി കുറയുകയും ഇന്നർ സൈലൻസ് കൂടുകയും ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് കൂടുതൽ അനിരീക്ഷകന്റെ അടുത്തോട്ടാണ്. അപ്പോ ഉറപ്പിക്കാൻ അതായത് നമ്മുടെ മനസ്സിലാക്കൽ ശരിയാണെന്ന് ഉറപ്പ് ആക്കണമെങ്കിൽ ഈ ഒരു ലെവലില് നിരീക്ഷകന്റെ അടുത്തോട്ട് ഈ രീതിയിൽ പോകണം. എന്നാലേ ഉണ്ട് ഈ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ലാസ്റ്റിലെ ഗുരുജി പറയുന്ന ബോധപ്രാപ്തനായി ഇരിക്കുന്നത് മനസ്സിലാക്കുന്നതും ഈ പ്രകാരം ആയതിനാൽ ആണ്. അതായത് നിരീക്ഷകന്റെ തലത്തിൽ നിന്നാണ് ബോധപ്രാപ്തന്റെ മെസ്സേജസ് മനസ്സിലാക്കണം. ഒരു കാര്യമുണ്ട്, അപ്പൊ നമുക്ക് ചിലപ്പം ആ ലെവൽ എത്തിയില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ബോധപ്രാപ്തന്റെ മെസ്സേജസ് മനസ്സിലാക്കണം എങ്കിൽ ചിലത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ബോധപ്രാപ്തനോട് നമുക്ക് ചോദിക്കുക. അല്ലാതെ മനസ്സുപയോഗിച്ച് മനസ്സിലാക്കാൻ നോക്കിയാൽ നമുക്ക് പിന്നെ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ട് സ്വയം അറിയുക, അതാണ് വേണ്ടത്. അവനവനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. അവൻ ഏത് തലത്തിലാണ് നിൽക്കുന്നത്, നമ്മളെ കുറിച്ച് ബോധവാൻ ആയിരിക്കണം. അതായത് എങ്ങനെയാണ് നിരീക്ഷണത്താൽ ബോധപ്രാപ്തൻ മനസ്സിലാക്കുന്നതും അറിയുക. അപ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കുക, എന്തിനാ ഇതിങ്ങനെ അറിയേണ്ടത്? അത് അറിയേണ്ടത് ആ രീതിയിൽ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആകും. അതായത് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കുവാൻ ആണ് അതറിയേണ്ടത്. നമ്മളെ അറിയണം, നമ്മുടെ മനസ്സിനെ അല്ല അറിയേണ്ടത്, നമ്മളെ അറിയണം. അതായത് ആ സത്യമായിട്ട് നിൽക്കുന്ന ആ ഒരു തലത്തിലോട്ട് നമ്മൾ പോകുമ്പോ അതറിയണം. സ്വയം മനസ്സിലായാൽ എല്ലാം മനസ്സിലാകുവാൻ ആകും. പലർക്കും മണി പോലെ വരുവാണെങ്കിൽ ഗുരുജിയോടൊന്ന് ക്ലാരിഫൈ ചെയ്യണം. എന്നാലും എല്ലാവർക്കും ആ തലത്തിൽ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. നമുക്കറിയാം, മനസ്സ് സദാ സുഖദുഃഖങ്ങളുടെ ഒരു മിശ്രിതമായിട്ടാണ് നിലനിൽക്കുന്നത്. മനസ്സിന് ഇഷ്ടമുള്ളവ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിന് ഇഷ്ടമുള്ളത് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അനുവദിച്ചാൽ മനസ്സിന് സന്തോഷമാവും. മനസ്സിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് തടസ്സം വന്നാലോ അത് അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പം സാഹചര്യങ്ങളാണ് മനസ്സിൻ്റെ ഈ സുഖദുഃഖങ്ങളിലുള്ള ഈ അവസ്ഥയുടെ കാരണം. അപ്പോൾ ഒരു ബോധപ്രാപ്തൻ സാഹചര്യങ്ങളെ അനുസരിച്ചല്ല സംസാരിക്കുന്നത്. ഈ നിമിഷത്തിലെ നമ്മുടെ സത്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോ ആ വാക്കുകളെ മനസ്സുപയോഗിച്ച് വ്യാഖ്യാനിച്ച് നമ്മുടേതായ കണ്ടെത്തലുകൾ സൃഷ്ടിക്കുന്നു. കണ്ടെത്തലുകളെയാണ് സൃഷ്ടിക്കുന്നത്. കാലത്തിന് അതീതമായിട്ടുള്ള സത്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോഴെന്ത് പറ്റും? സമയത്തിനും കാലത്തിനും അടിമയായിട്ടുള്ള മനസ്സ് പ്രബലമായിട്ട് നിന്നാൽ നമുക്ക് ബോധപ്രാപ്തൻ്റെ വാക്കുകളുടെ ശരിയായ അർത്ഥത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല.
നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലായിരിക്കും. അപ്പം നമ്മുടെ ആശയങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും കളക്ട് ചെയ്തു വെച്ച ഇൻഫർമേഷൻസിൽ കൂടിയാണ് നമ്മൾ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുന്നത്. നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് സത്യമല്ല, തെറ്റിദ്ധാരണകളാണ് നമ്മുടെ. കാരണം ഓരോരുത്തരിലും മനോതലങ്ങൾ വ്യത്യാസമാണ്. അപ്പം മനസ്സിലാക്കുന്നതും വ്യത്യാസമായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ. അപ്പം സദാ നിരീക്ഷണം ചെയ്യുന്നവന് മാത്രമേ ഈ നിമിഷത്തിലെ അവനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനെ യഥാർത്ഥ സത്യം ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നവൻ എന്തു ചെയ്യും? ഒട്ടലില്ലാതെ നിരീക്ഷകനോടൊപ്പം ചേർന്ന് നിന്ന് ശുദ്ധബോധത്തോടെ ആ ബോധത്തെ തിരിച്ചറിയുന്നു. നമുക്ക് വിധിയെ മാറ്റാൻ സാധിക്കില്ല. വിധിയോടുള്ള പ്രതികരണം നമ്മുടെ കയ്യിലാണ്. വിധി നമ്മുടെ കയ്യിലല്ല, പക്ഷെ വിധിയോടുള്ള പ്രതികരണം നമ്മുടെ കയ്യിലാണ്. യഥാർത്ഥ അറിവ് ലഭിച്ചാലോ, കാര്യത്തിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരം അങ്ങനെയാണ്. എന്താണോ പ്രശ്നം അതിൻ്റെ കാരണത്തെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് ദേഷ്യമുണ്ട്, ദേഷ്യമാണ് എൻ്റെ പ്രശ്നം. ആ ദേഷ്യം എന്തുകൊണ്ട്, എവിടെ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ വരുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിച്ചാൽ അതിനൊരു പരിഹാരമാവുമല്ലോ. അപ്പം നമ്മളിൽ സംഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിലാക്കലിനെ അനുസരിച്ചാണ്, ഇപ്പോഴത്തെ മനോതലങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്. മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് മനസ്സിലാക്കിയ തെറ്റിദ്ധാരണകൾ നമ്മളെ കൂടുതൽ കൂടുതൽ സംഘർഷത്തിലേക്കേ നയിക്കുകയുള്ളൂ. ശരിയല്ലേ? അത് എപ്പോഴും നമുക്ക് പ്രശ്നമാണ്. എന്നാൽ അവിടെ നിരീക്ഷകനെ ഉണർത്താൻ സാധിച്ചാലോ, തെറ്റിദ്ധാരണകൾ അകലുകയും യഥാർത്ഥ കാരണത്തെ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ സംഘർഷത്തിൽ ഇങ്ങനെ മുങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുകയുള്ളൂ. നമ്മൾ ബുദ്ധി വെച്ച് അതിനെ വ്യാഖ്യാനിക്കും, നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിൽ വയ്ക്കും, നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. സംഘർഷം കൂടുകയേ ചെയ്യുള്ളൂ. അപ്പം മുൻധാരണകളോ വ്യാഖ്യാനങ്ങളോ ഇല്ലാതെ വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ, മുൻധാരണയും പാടില്ല. അപ്പോൾ മാത്രമേ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഈ നിമിഷത്തിലെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മാത്രമേ അംഗീകരിക്കാനും പറ്റുള്ളൂ. വ്യാഖ്യാനങ്ങളില്ലാതെ ഞാൻ എന്നെ നോക്കിയാലോ, എനിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റും. അവിടെ നമുക്ക് ഒരു നിരാശ വരില്ല, നമ്മളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം വരില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സോ ബുദ്ധിയോ ഉപയോഗിച്ചല്ല നമ്മളെ നിരീക്ഷിക്കുന്നത്, മാറി നിന്നാണ്, ഒട്ടലില്ലാതെയാണ്. ആ അക്സെപ്റ്റൻസ് നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ അക്സെപ്റ്റൻസ് നമ്മളിൽ എന്ത് സംഭവിപ്പിക്കും? പരിണാമം വരുത്തും. എന്നാൽ മാത്രമേ പരിണാമം വരുള്ളൂ. എന്നിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ സാക്ഷിയായിട്ട് സ്വാഭാവികതയിൽ നിലനിന്നുകൊണ്ട് ഞാൻ അറിയുന്നു. എന്നെ ഞാനായിട്ട് അറിയുന്നു. അവിടെ ഒന്നുമില്ല, വേറൊന്നുമില്ല, വ്യാഖ്യാനങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ എന്താണോ അതിനെ ഞാൻ അറിയുകയാണ്. ഇനി ഒരു ബോധപ്രാപ്തൻ സദാ നിലനിൽക്കുന്നത് ആ ബോധതലത്തിലാണ്. അദ്ദേഹം എങ്ങനെയാണ് ആ ബോധതലത്തിൽ എത്തിപ്പെട്ടത്? നിരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ആ ബോധാവസ്ഥ പ്രാപിച്ചത്. ആ ഒരു വഴിയിലൂടെയാണ് നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. അതാണ് അദ്ദേഹം നമ്മളെ അനുഭവിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്.
ആ അനുഭവമാണ് നമ്മളിൽ തരുന്നത്. ആ പോയ വഴി, ഇതെല്ലാം നമ്മളിലൂടെ അനുഭവിപ്പിക്കുകയാണ്. നിരീക്ഷകനിലൂടെ നമ്മൾ സ്വയം നമ്മളെ അറിയുമ്പോൾ നമ്മൾ സ്വരൂപനുമായിട്ട് ലയിക്കും, ബോധമായിട്ട് മാറും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ലോകത്ത് നടക്കുന്ന പല പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നു, മറ്റു ചില കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മളെ നിരീക്ഷിച്ചറിയാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഇവിടെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഒരു സാധകൻ സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ അവന് സാധനാ യാത്രയിൽ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ മനസ്സിലാക്കൽ എന്ന വിഷയത്തെ കുറിച്ചാണ് വളരെ ആഴത്തിൽ ഗുരുജി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ മനസ്സിലാക്കൽ രണ്ട് വിധത്തിൽ സംഭവിക്കുന്നു. ഒന്ന് മനോതലത്തിൽ നിന്ന് മനസ്സുകൊണ്ടുള്ള മനസ്സിലാക്കൽ, രണ്ടാമത്തത് ബോധതലത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷണത്തിലൂടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചറിയുക. അപ്പൊ ഇവിടെ മനസ്സുകൊണ്ടുള്ള മനസ്സിലാക്കലിന്റെ പരിമിതികളും അതിന്റെ ദൂഷ്യവശങ്ങളും ഒക്കെ വിശദമായിട്ട് ഗുരുജി പറയുന്നുണ്ട്. അതായത് മനസ്സുകൊണ്ടുള്ള മനസ്സിലാക്കൽ നമ്മൾക്ക് പല തെറ്റിദ്ധാരണകളാണ് നൽകുന്നത്. ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് കൂടുതൽ തെറ്റിദ്ധാരണകളാണ് നൽകുന്നത്. കാരണം മനസ്സിന് അതിൻ്റെതായ മുൻവിധികൾ, ധാരണകൾ, വ്യാഖ്യാനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. അവ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മനസ്സുകൊണ്ടുള്ള മനസ്സിലാക്കൽ സാധകർക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല എന്ന് കാണാം. മാത്രമല്ല, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ, അതായത് നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്ന് പറയും, എന്നാൽ കാണുവാൻ കണ്ണിനോടൊപ്പം മനസ്സും വേണം. അതുപോലെ നമ്മൾ കാതുകൊണ്ടാണ് കേൾക്കുന്നത് എന്ന് പറയും, എന്നാൽ കേൾക്കുവാൻ കാതുകൾ മാത്രം പോരാ, മനസ്സും കൂടെ ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു. എന്നാൽ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി മനസ്സുകൊണ്ട് മറ്റെന്തെങ്കിലും ചിന്തിച്ചിരുന്നാൽ അവൻ ആ അധ്യാപകൻ പറയുന്നതൊന്നും അവന് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവനെങ്ങനെ മനസ്സിലാക്കും? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് പല മുൻവിധികളോടെയും ആയിരിക്കും. അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, we hear what we want to hear, not what is actually said. അതുകൊണ്ടാണ് ഓരോ കാര്യത്തെക്കുറിച്ച് പല പല വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കുന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ മനസ്സ് കേൾക്കുകയുള്ളൂ. എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മനസ്സിന് ഇഷ്ടമുള്ളത് എന്താണോ അത് മാത്രമേ ആ മനസ്സ് കേൾക്കുകയുള്ളൂ. അപ്പോ ആ മനസ്സിന്റെ പരിമിതിയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിന് ഇത്തരം പരിമിതികൾ കുറേയുണ്ട്. മാത്രമല്ല, മനസ്സ് എന്തെങ്കിലും കേട്ടാൽ അതിനെ ഉടനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മനസ്സുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മനസ്സ് തന്നെ ന്യായീകരിക്കും. അപ്പോൾ അവിടെ മനസ്സിലാക്കൽ എന്ന പ്രക്രിയ നടക്കുന്നില്ല. ഉദാഹരണമായി, പരീക്ഷ എഴുതിയ ഒരു കുട്ടിയോട് തന്നെ അവന്റെ ആൻസർ പേപ്പർ വായിച്ച് മാർക്കിടാൻ പറഞ്ഞാൽ എന്താണോ സംഭവിക്കുക, അത് തന്നെയാണ് മനസ്സിനെ കൊണ്ട് മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കുന്നതിനനുസരിച്ച് അനുഭവങ്ങളും മാറുന്നുണ്ട്. ഇനി നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കാം. പൊതുവെ നമ്മളെല്ലാം ശാന്തിയും സമാധാനവും ആണ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖിക്കാനും ആരും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയതിന്റെ പോരായ്മയാണ്. ഗുരുജി ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട്. ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ ബന്ധുക്കൾ ദുഃഖിക്കുന്നു. എന്നാൽ ഒരു ബോധപ്രാപ്തൻ അതിനെ നോക്കിക്കാണുന്നത് ആത്മാവ് ആ നശ്വരമായ ദേഹം ഉപേക്ഷിച്ചു എന്ന സത്യത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഒരേ സംഭവം
തന്നെ മനോതലത്തിൽ നിൽക്കുന്നവനിലും ബോധതലത്തിൽ നിൽക്കുന്നവനിലും രണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഉളവാക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അനുഭവങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഈ മനസ്സിലാക്കലും അനുഭവങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ ഗുരുജി ഊന്നി പറയുന്നത്. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അനുഭവങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെയാണ് നിരീക്ഷകന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരീക്ഷകന് മുൻവിധികളില്ല, നിരീക്ഷകന് വ്യാഖ്യാനങ്ങളില്ല, നിരീക്ഷകൻ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് നിരീക്ഷകൻ ബോധതലത്തിൽ നിന്നുകൊണ്ട് വ്യക്തതയോടെ നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷകനിലൂടെ നമ്മൾക്ക് നമ്മളെ വ്യക്തമായി കാണാൻ കഴിയുന്നു. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. ഓരോ ചിന്തകൾ കടന്നു വരുന്നത് കാണുന്നു. അതുപോലെ തന്നെ വികാരങ്ങൾ ഉദിക്കുന്നത് കാണുന്നു. അവയോട് മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഒട്ടലില്ലാതെ നിൽക്കുമ്പോൾ ആ നിരീക്ഷകന് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിന്റെ തലത്തിലാണെങ്കിൽ നമ്മൾ അറിയാതെ ആ മനസ്സിനോടൊപ്പം സഞ്ചരിക്കും. അപ്പോൾ ഈ നിരീക്ഷകന്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ആ നമ്മളെ ഉള്ളിൽ നടക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ബോധവാനാകുവാൻ കഴിയുള്ളൂ. അപ്പോൾ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അനുഭവങ്ങളും മാറുന്നു. അങ്ങനെ മനസ്സിനോട് ഒട്ടലില്ലാതെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലെ ആ ശബ്ദകോലാഹലങ്ങൾ, ആ മനസ്സിന്റെ ചലനങ്ങൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒടുവിൽ നിലയ്ക്കുന്നു. അങ്ങനെ ആ ധ്യാനാത്മക മനസ്സിന്റെ നിശബ്ദതയിൽ നിരീക്ഷകൻ സാധകനെ സത്യയോട് ചേർത്ത് നിർത്തുന്നു. ഹരിയോ ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. അപ്പം അവന് തന്നെയാണ് മനനം ചെയ്യാനുള്ള കഴിവുള്ളത്. മറ്റു ജീവികളെ അപേക്ഷിച്ച് മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് തന്നെയാണ് കൂടുതലുള്ളത്. ഒരിക്കല് ബുദ്ധ ഭഗവാൻ ഒരാൽമരത്തിന്റെ ചോട്ടിൽ നിന്ന് ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. ഇപ്പോൾ കുറെ ശിഷ്യന്മാർ അവിടെ കൂടിയിരിപ്പുണ്ട്. അപ്പോൾ എപ്പോഴാണോ ബുദ്ധ ഭഗവാൻ കണ്ണ് തുറക്കുന്നത് അപ്പോൾ സത്സംഗം കേൾക്കാം, മനനത്തിന് സാധ്യത ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാണ് കുറെ പേര് കൂടിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് ബുദ്ധഭഗവാനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ബുദ്ധഭഗവാൻ കണ്ണ് തുറക്കുന്നില്ല. പക്ഷെ ശിഷ്യന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഗുരുവിന്റെ നിർദ്ദേശമില്ലാതെ ആർക്കും ഒന്നും പ്രതികരിക്കാനാവാത്തത് കൊണ്ട് അവരും സൈലന്റ് ആയിട്ടിരുന്നു. കുറെ സമയം കഴിഞ്ഞ് അധിക്ഷേപ വാക്കുകളെല്ലാം പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. അധിക്ഷേപിച്ച അയാൾക്ക് മതിയായി എന്ന് വേണം പറയാം. അപ്പം അത് കഴിഞ്ഞ് കുറെ സമയത്തിന് ശേഷം ബുദ്ധഭഗവാൻ കണ്ണു തുറന്നു. അപ്പോൾ ശിഷ്യന്മാര് സ്വാഭാവികമായിട്ട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങയുടെ ഒരു കടക്കണ്ണു കൊണ്ട് അയാളെ ഭസ്മീകരിക്കാനുള്ള കഴിവ് അങ്ങേക്ക് ഉണ്ടായിട്ട് അങ്ങ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ബുദ്ധഭഗവാൻ പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ, അയാളെ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു, ഞാനത് വാങ്ങിയില്ല. വാങ്ങാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും, അയാൾ തന്നെ അത് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നമ്മുടെ മനോഭാവത്തിന്റെ പ്രാധാന്യമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എന്ത് മനോഭാവമാണോ സ്വീകരിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ അത് മനസ്സിന്റെ ഘടനയെ അല്ലെങ്കിൽ മനസ്സിന്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഏത് ആക്ഷനും റിയാക്ഷനും ഉണ്ട്, എല്ലാ ചിന്തകൾക്കും പ്രതികരണങ്ങളുണ്ട്, എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രതിപ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലുണ്ട്. കാരണം എന്താണ്, നമ്മൾ ചലനാത്മകമായ അവസ്ഥയിലാണ് ഇതിനെല്ലാം നോക്കുന്നത്. കാരണം ചലിക്കുന്ന മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ മനസ്സിനെ എങ്ങനെ പിടിച്ചു കെട്ടാം. ഇപ്പൊ ആധ്യാത്മികത പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം മനസ്സിനെ സ്വാധീന വലയിലാക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. കാരണം എന്താണ്, മനസ്സ് എപ്പോഴും ഇപ്പൊ നമ്മള് ഗുരുജിയെ ആദ്യഘട്ടങ്ങളിലൊക്കെ കണ്ട സമയത്ത് ഗുരുജി ആ സത്സംഗത്തിന് അങ്ങോട്ട് വന്നിരിക്കുമ്പോൾ തന്നെ 100 കൂട്ടം സംശയങ്ങളാണ്. കാരണം ഗുരുജിയെ കൊണ്ട് സത്സംഗം ചെയ്യിക്കാൻ ഞാൻ ഉൾപ്പെടെ പലരും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ
കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുജി എന്ത് ചെയ്യും, അതെല്ലാം ക്ഷമയോടെ ഇങ്ങനെ കേട്ടിട്ട് അതിന് ആൻസർ പറഞ്ഞിട്ട് സത്സംഗം തുടരും. അതിനിടയ്ക്ക് വീണ്ടും സംശയങ്ങൾ വരും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ അസ്തമിച്ചു. അതെന്തുകൊണ്ടാണ്? കേൾക്കാൻ തയ്യാറാവുന്നു. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രസക്തിയെക്കാളും അധികരിച്ചുള്ള അറിയൽ പ്രക്രിയ നമ്മളിൽ നടക്കുന്നു എന്നുള്ളൊരു തോന്നല് ഉണ്ടായി തുടങ്ങി. പിന്നെ ചോദ്യങ്ങളേ ഇല്ല, ഗുരുജി എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നായി. ആ അവസ്ഥയിലെത്തി നമ്മൾ. ഇപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. പഞ്ചപുച്ഛം അടച്ച് അവിടെ ഇരിക്കും. എന്താണ് ഗുരു പറയുന്ന, ആ ബോധപ്രാപ്തൻ പറയുന്നത് കേൾക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനോ ഒരു വ്യാഖ്യാനം കൊടുക്കാനോ സാധിക്കില്ല. എന്താണ് നമ്മൾ എന്തോ അത് മനസ്സിലാക്കിയത്, നമ്മള് ഇതെല്ലാം മനസ്സുകൊണ്ടാണ് വ്യാഖ്യാനിച്ച് വിളമ്പുന്നത് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം പറയുന്ന കേട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക. അത് മാത്രമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറിയൽ എന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലൂടെയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മള് പഞ്ചേന്ദ്രിയങ്ങള് അതും കർമ്മേന്ദ്രിയങ്ങളും എല്ലാത്തിനെയും ദ്യോതിപ്പിക്കുന്ന ഒന്നാണ് മനസ്സ്. ഈ മനസ്സ് തന്നെയാണ് നമ്മുടെ പല ഘടകങ്ങളുമായിട്ടും ലിങ്ക് ചെയ്യിപ്പിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ നമ്മള് ഗുരുജി നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിത്വങ്ങളും അല്ലെ ഓരോ ജീവിതശൈലിയിൽ പോകുന്ന വ്യക്തികളും ഓരോന്നിനെ പറ്റിയും മനസ്സിലാക്കി വെച്ച ശേഖരിച്ച അറിവിനെ പറ്റിയാണ്. ഇപ്പൊ ഗുരുജി സെല്ലിനെ പറ്റി പറഞ്ഞു. സെല്ലിനെ പറ്റി പറയുമ്പോൾ പല അഭിപ്രായങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങളാണ് പലരും ചിന്തിച്ചത്. എന്തുകൊണ്ടാണ്? അവർ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ബുദ്ധഭഗവാൻ അവിടെ ആ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാണ്, നമ്മൾക്ക് ആ ആക്ഷൻ ഉണ്ടായ റിയാക്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്നാൽ ആക്ഷനും റിയാക്ഷനും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സമചിത്തതയോടുകൂടി ഇരിക്കാൻ സാധിച്ചാൽ നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അത് നമ്മളിൽ എടുക്കുന്ന ആ മനോഭാവത്തിന്, ഒരാൾ അത് സമചിത്തതയോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സ്വാഗതവും ചെയ്യുന്നില്ല, നിരാകരിക്കുന്നുമില്ല. ഒരു ഇനേർട്ട് അവസ്ഥ. അപ്പൊ ഇതിലൂടെയാണ് സാധകൻ ശരിക്കും പോകേണ്ടത്. കാരണം അപ്സും ഡൗൺസിലൂടെയും അവൻ അറിഞ്ഞാണ് അവൻ ജീവിതത്തിലേക്ക് വന്നത്, അല്ലെ സാധനയിലേക്ക് വന്നത്. അപ്പോൾ ആ അപ്സും ഡൗൺസും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ സമരസപ്പെടണം. സമരസപ്പെടുന്ന മനസ്സിൽ മാത്രമേ സാധകന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ പർവ്വതീകരിക്കുകയും നമ്മൾക്ക് കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നിരാകരിച്ച് അവഗണിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇതല്ല. നമ്മളിലൂടെ കടന്നു പോകേണ്ടതാണ് പലതും. പല സ്വഭാവ സവിശേഷതകളും നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല നമ്മളെ വീക്ക്നെസ്സുകളുണ്ട് എന്നൊക്കെ നമ്മൾ പല ഓമന പേര് വിട്ട് വിളിക്കും. എനിക്ക് ഞാൻ അത്രയും ക്ഷമിച്ചുകൊണ്ടിരുന്നു, പക്ഷെ എൻ്റെ ആ ഒരു പോയിന്റിൽ പിടിച്ചാണ് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ അത്രയും പ്രതികരിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മള് സ്വീകരിക്കുന്ന സ്ഥായിയായ ഭാവമുണ്ട്. എപ്രകാരമാണ് ഒരു പട്ടാളക്കാരൻ അയാള് ജോലി കഴിഞ്ഞ് വന്നാലും വീട്ടിൽ വന്നാലും അയാൾ ആസ് എ സോൾജർ എന്നുള്ള രീതിയിലായിരിക്കും അയാളുടെ മാനരസം. അതെന്തുകൊണ്ടാണ്? അതിൽ നിന്ന് അയാൾക്ക് മാറാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ മനസ്സ് പലതും നിശ്ചയിക്കും. പദവി, അല്ലെങ്കിൽ നമ്മൾ ആ റെപ്യൂട്ടേഷൻ, ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളെ ആശ്രയിച്ചാൽ. പക്ഷെ സത്തയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊന്നും ഒരു മേലങ്കിയും അണിയാതെ നിൽക്കുന്ന അതാണ് സത്ത. സത്തയ്ക്ക് വേദനിക്കുന്നുണ്ടോ? സത്തയിൽ പ്രണയം മാത്രമാണ് ഒഴുകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആന്തരികയാത്ര നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സമരസപ്പെട്ട മനസ്സിനുടമയായി മാറണം. ആ സമരസപ്പെടുന്ന അവസ്ഥയിലാണ് വിവേകബുദ്ധി ഉണരുന്നത്, അല്ലെങ്കിൽ ധ്യാനാത്മകമായ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത്, നമ്മുടെ നിരീക്ഷണം ശക്തമായി ഉണരുന്നത്. അപ്പൊ ഇവയെല്ലാം നമ്മൾക്ക് കരഗതമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ്
നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. കാരണം ഒരിക്കലും നമുക്ക് മനസ്സിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, മനസ്സിന്റെ ഒരു ഉത്കർഷേഷ നമുക്ക് ഉണ്ടാവണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയില്ലേ, നമ്മള് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിലും അല്ലെ അതൊന്ന് മനസ്സിലാക്കണമെങ്കിലും മനസ്സിന്റെ ആ ഒരു സാമീപ്യം ഇല്ലാതെ സാധിക്കില്ല. അപ്പൊ ഇത് ഒരു ബോധത്തിലേക്ക് അല്ലെ വികാസത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എന്താണ്, ഞാനിത് അറിയുന്നു. എന്തിനു വേണ്ടി അറിയുന്നു? എന്നില് ബോധവികാസം ഉണ്ടാവാൻ അറിയുന്നു. ഞാൻ ഈ ജോലി ചെയ്യുന്നു എന്തിനു വേണ്ടി? എൻ്റെ ജീവനോപാധിയും ജീവിതോപാധിയിലൂടെയും നമ്മൾ കടന്നു പോകുന്നതിന് വേണ്ടി മാത്രം. അപ്പൊ പലതും നമ്മൾ എന്ത് ചെയ്യണേ, പലതും പല രീതിയിലാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പറയില്ലേ, ഒരാള് ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് ഞാൻ ഇങ്ങനെയാണത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതൊന്ന് കേട്ടതൊന്ന് മനസ്സിലാക്കിയത് മറ്റൊന്ന്. അപ്പൊ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതല്ലേ ഇപ്പം ഗുരുജനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, എല്ലാവരും സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ മരിക്കാൻ ആരും തയ്യാറല്ല. ഗുരുജി അത് പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? കാരണം ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? ജീവിക്കണം, ജീവിച്ച് മുന്നോട്ട് പോകണം. ഇത് നമ്മുടെ ആ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആ വാസനാനിബിഡമായ ആ മനസ്സാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരു ബോധപ്രാപ്തൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? ദേഹിയെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ഈ ശരീരം എപ്പോഴാന്ന് വെച്ചാൽ ഈ കൂട് വിട്ട് ഒഴിയാൻ ആഗ്രഹിക്കും. അങ്ങനെ പല ഋഷീശ്വരന്മാരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ അവരുടെ അനുഭവ ചരിത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളപ്പോൾ അങ്ങനെ കൂട് വിടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവര് ശരീരത്തെ ക്ഷയിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് നമ്മള് ഈ ആന്തരികയാത്ര നടത്തുമ്പോൾ നമ്മൾക്ക് ആ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരാൻ അനുഭവ തലത്തിലേക്ക് നമ്മളെ എന്താണ് കാണിച്ചു തരുന്ന പല അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കും? ഇന്ന് ഞാൻ അവധൂചിന്ത ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ കോപത്തെ പഠിക്കുക എന്ന് ഒരു അവധൂചിന്ത ഉണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ് മനനം ചെയ്യണമല്ലോ, അതിനെപ്പറ്റി മനനം ചെയ്തേ പറ്റൂ. കോപത്തെ എങ്ങനെയാണ് പഠിക്കുക? അപ്പോൾ നമ്മൾ ആ കോപം എങ്ങനെ ഉണ്ടാവുന്നു, നമ്മളില് എന്തോ ഒരു ആക്ഷൻ നടന്നപ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ അല്ലെ സൃഷ്ടി നമ്മുടെ ഉള്ളിലാണ് നടന്നത്. പുറത്തു നിന്നാവാം, ഉള്ളിൽ നിന്നാവാം. എങ്ങനെയാണ് അതിനെ എങ്ങനെയാ പഠിക്കുന്നത്? പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നിരീക്ഷണത്തിലൂടെ പറ്റൂ. മനസ്സുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? എന്നെ തകർക്കാൻ അല്ലെ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അതേസമയം നിരീക്ഷണത്തിലൂടെയാണ് ആ ഒരു ആക്ഷനെ കാണുന്നതെങ്കിൽ ഇത് പറ്റും. അല്ല, ഇത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ, ന്യായാന്യായങ്ങളോ ഒന്നും നമ്മൾ നിരത്താതെ അതിനെ ബോധപൂർവ്വം ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എന്നിട്ട് ആ സമരസപ്പെട്ട അവസ്ഥയിൽ നിലകൊള്ളും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നിനെയും. ഇനിയും ഇപ്പം ആഗ്രഹങ്ങൾ ജനിക്കും, അതിനെ എങ്ങനെ തടയിടണം. അപ്പൊ ഇതൊക്കെ നമ്മള് ആ നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പം മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും നമ്മൾ മനസ്സിന്റെ സ്വാധീനത്താൽ തന്നെയാണ് ജീവിച്ച് സാധനങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. എന്നാൽ മനസ്സിനെ കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പറയില്ലേ നമ്മള് സാധന ചെയ്തില്ല, അപ്പൊ ഇന്ന് 5 മണിക്ക് സാധന ചെയ്യണം. അപ്പൊ സാധന 5 മണിയാകുമ്പോൾ നമുക്ക് ആ ഒരു വ്യഗ്രത തരണം. നമ്മൾ എപ്പോഴും പറയും, ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയും, നമുക്ക് അതിനോടുള്ള തീവ്രമായ അഭിലാഷം ഉണ്ടാവണം. നമ്മൾ ആ ചെയ്യുന്ന ആ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ കീണ് കരയണമെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? കാരണം ഈ മനസ്സ് ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിക്കൂല. അപ്പോൾ നിരന്തരമായി നമ്മൾ കേണപേക്ഷിക്കണം മനസ്സിനോട്, എനിക്ക് ശരിയായ ജ്ഞാനം തരൂ, ശരിയായ ബുദ്ധി തരൂ. അല്ലെങ്കിൽ അത് എപ്പോഴും ശ്രീരാമകൃഷ്ണൻ അതിന് സർവസ്വത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മളിൽ നിരന്തരമായ ആ ഒരു ധ്യാനം നടക്കണം. എന്ത്? നമ്മള് സത്തയാണ്, നമ്മളില്
നമ്മളെ നിരാകാര രൂപത്തിലേക്ക്, സകാരത്തിൽ നിരാകാര രൂപത്തിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിച്ചേ മതിയാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ നിരീക്ഷകനെ ബലപ്പെടുത്തിയേ മതിയാവും. കാരണം നിരീക്ഷകനല്ലാതെ സത്യത്തെ പറ്റി അറിയാൻ നമുക്ക് വേറൊരു പോംവഴിയില്ല. ഹരിയും എല്ലാവർക്കും ആ ഒരവസ്ഥ സംജാതമാകട്ടെ എന്ന് ആത്മാത്മായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി.